വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നീതിബോധവും അവകാശ സമരങ്ങൾക്ക് മുൻപന്തിയിലേക്ക് കടന്നു വരുവാനും താല്പര്യമുള്ള ഒരു യുവതയായി മുസ്ലിം യുവത്വം മാറേണ്ടുന്നതുണ്ട്. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്. നമുക്കറിയാം, മൂസാ നബിയുടെ കാലഘട്ടം ഫറോവ എന്ന ഭയങ്കരനായ ചക്രവർത്തി ഈജിപ്തിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. കലാപങ്ങൾ ഉണ്ടാക്കിയ സൂമൂനക്കും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹിയൂന നിസാഅക്കും, മതം നോക്കി, നിറം നോക്കി, ഭാഷ നോക്കി, വേഷം നോക്കി പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകളഞ്ഞ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളഞ്ഞ ഫറോവ എന്ന ഭയങ്കരവാദിയും അവനോടൊപ്പം ഉണ്ടായിരുന്ന ആല് ഫിർഔൻ എന്ന ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ഭൂരിപക്ഷ വർഗീയ പരിവാരങ്ങളുടെയും കാലഘട്ടം. ഈ രാജ്യം എന്റേതാണ്, എന്റെ കീഴിലാണ് നദികൾ പോലും ഒതുങ്ങുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ അവകാശമുണ്ടെന്ന് പറഞ്ഞ ഒരു കൂട്ടം വർഗീയവാദികളുടെ കാലഘട്ടം. ഇതൊക്കെ ഖുർആനാ. മൂസയും ചെറുപ്പക്കാരും ഇവിടെ നിർബന്ധ മതപരിവർത്തനവും തീവ്രവാദവും ഉണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഫറോവയുടെ കാലഘട്ടം. ഇത് ഇന്നത്തെ പത്രം വായിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല. മുസ്ലിം എന്ന പേരുള്ളവനെ മുഴുവനും ഒഴിവാക്കുവാനും തീവ്രവാദിയാക്കുവാനും ശ്രമിക്കുന്ന വർഗീയ പരിവാര ശക്തികളുടെ ഭാഗം പിടിച്ചുകൊണ്ട് അവരുടെ വാദം കേട്ടുകൊണ്ട് ഞാൻ ഇത് ഖുർആനാ. ഫറോവയുടെ കാലഘട്ടത്തിൽ ഫറോവ പറഞ്ഞ ഇതൊക്കെയാ. മുസ്ലിങ്ങൾ ഇവിടെ വലിയ കുഴപ്പക്കാരാ, തീവ്രവാദമാണ്, നിർബന്ധ മതവിരുദ്ധമാണ്, ലൗജിഹാദാണ്, ആനയാണ്, ചേനയാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത് ഫിർഔനാ, ഫറോവയാ. ഞാൻ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവ എന്ന രാജ്യം ഭരിക്കുന്ന അധികാരിയുടെ അരമനയിലേക്ക് അസത്യത്തിനെതിരെ അടരാടാൻ വേണ്ടി കടന്നു വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാ, ഫമാ ആമന ലിമൂസാ ഇല്ലാ ദുർരിയ്യത്തുൻ മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അയ്യഫ്തിനഹു. അതേ ഫിർഔൻ എന്ന അധികാരിയെ എല്ലാ ജനങ്ങളും ഭയപ്പെടുന്ന കാലഘട്ടത്തില്, അവനെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ ജയിലിലടയ്ക്കുന്ന കാലഘട്ടത്തില്, അവനെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ കൊലപ്പെടുത്തുന്ന കാലഘട്ടത്തില് മൂസാ എന്ന വിപ്ലവകാരിയായ നേതാവിനോടൊപ്പം തീർന്നുകൊണ്ട് രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി കർമ്മരംഗത്തേക്ക് വരാൻ ആ സമുദായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട യുവസമൂഹമേ, എന്റെ പ്രിയപ്പെട്ട യുവാക്കള്, എന്തുകൊണ്ട് ഉണരാനും പറ്റുന്നില്ല? ഭരണകൂട ഭീകരവാദത്തിനെതിരെ ഉണരേണ്ടുന്നവരാണ് മുസ്ലിം ചെറുപ്പക്കാരെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആദർശവീരതയോടുകൂടി, നിർഭയത്വത്തോടുകൂടി സത്യത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി രംഗത്ത് വരേണ്ടുന്നവരാണ് അത് യുവാക്കളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, കഴിയുമോ ചെറുപ്പക്കാരാ രംഗത്ത് വരാൻ? കഴിയുമോ ചെറുപ്പക്കാരാ രംഗത്ത് വരാൻ? ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ആൺകുട്ടി വരികയാ എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മൂസാ നബി എന്ന വിപ്ലവകാരിയായ പോരാളിയെ ജയിലിലടച്ച് കൊന്നുകളയാൻ ഫറോവ എന്ന അധികാരി തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാ. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് ഭരണപക്ഷത്തിന്റെ മുന്നിൽ തീവ്രവാദികളാ, അവരുടെ മുന്നിൽ ഭീകരവാദികളാ. അവരെ എങ്ങനെയെങ്കിലും ജയിലിലടയ്ക്കണമല്ലോ, അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമല്ലോ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഫിർഔനും തീരുമാനിച്ചതാ, നിങ്ങൾ എന്നെ എന്ന് വിട്ടുകളയുക, മൂസായെ ഞാൻ കൊന്നുകളയാനും പോകുകയാ. അന്ന് മൂസ എന്ന നിരപരാധിയായ സത്യത്തിന്റെ പ്രവർത്തകര് വീര പോരാളിയെ കൊല്ലാൻ വേണ്ടി അധികാരി തീരുമാനമെടുത്തപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഫഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യത്മു ഈമാനഹു. അതുവരെയും ഫറോവയുടെ ഓരം പറ്റി നിന്ന ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാ. നാളെന്ന് പറയും തന്റെ ഈമാനിക വിപ്ലവബോധം ഒളിപ്പിച്ചു വെച്ച മനുഷ്യനായിരുന്നെങ്കിൽ ഒരു നിരപരാധി കൽത്തുറങ്കിൽ അടക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒളിച്ചു വെച്ചിരുന്നത് മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് ആൺകുട്ടി ചാടി എഴുന്നേൽക്കുകയാ.
റബ്ബി അല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഏകനെന്ന സത്യത്തിന്റെ പ്രബോധനം നടത്തിയ മൂസ എന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്നെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ കഴിയട്ടെ മക്കള്, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ, ഭരണകൂട ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഒരുപക്ഷേ തീവ്രവാദി എന്ന് വിളിച്ചേക്കാം, ഭീകരവാദി എന്ന് വിളിച്ചേക്കാം, സഹകരിക്കില്ല എന്ന് പറഞ്ഞേക്കാം, നിസ്സഹകരണം പുലർത്തിയേക്കാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പോലും എഴുതിത്തള്ളിയേക്കാം. എന്നാ മുൻഗാമികളുടെ ചരിത്രമെന്ന് പഠിക്കുവോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹോന്നതരായ നേതാക്കന്മാരുടെ ചരിത്രമെന്ന് പഠിക്കുവോ, മഹാനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു റബീഉൽ ആഖിർ മാസം കടന്നു പോയില്ലേ, മഹാനുഭാവന്റെ സ്മരണകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നില്ലേ. ആരാ? ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങള്, ഇറാഖിലെ ബാഗ്ദാദിലെ ജാമിഅ മസ്ജിദിലെ ചീഫ് ഇമാമ. അറിവോ മഹാനുഭാവൻ ഭരണകൂട ഭീകരവാദത്തിനെതിരെ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചില്ലേ, അതിനെതിരെ ശബ്ദമുയർത്തിയില്ലേ. അബ്ദുൽ വഫ എന്ന പേരുള്ള ഭയങ്കരനായ ഒരക്രമകാരിയുടെ കയ്യിലേക്ക് ഭരണരാജ്യത്തിന്റെ നീതി നിർവഹണ സമിതിയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പിറ്റേയാഴ്ച ജുമുഅ നടത്തുന്നു ശൈഖ് ജീലാനി തങ്ങള്. രാജ്യം ഭരിക്കുന്ന അധികാരി തന്റെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ ഗർജിച്ചില്ലേ, ഒരക്രമകാരിയുടെ കയ്യിലേക്ക് നീതി നിർവഹണ സമിതി ഏൽപ്പിച്ചു കൊടുത്ത നീ അള്ളാന്റെ മുമ്പിലും മറുപടി പറയേണ്ടി വരുന്നതാ. അങ്ങനെ ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തിയ ശൈഖ് ജീലാനി തങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുവോ, മഹാനവറുകളോട് നിസ്സഹകരണം പുലർത്താൻ നമ്മൾ പറയുവോ? അറിയുവോ മദ്ഹബിന്റെ നാല് ഇമാമിങ്ങളും ആരൊക്കെയെന്നറിയുവോ? മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഹനഫി മദ്ഹബിന്റെ മഹാനായ ഇമാമ. മഹാനുഭാവൻ അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലേ, ഭരണകൂട ഭീകരവാദത്തിനെതിരെ സമരം ചെയ്തില്ലേ, 25 വർഷത്തോളം ജയിലിലടച്ചില്ലേ. അതേ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അവസാനം പുറത്തേക്ക് വിട്ടാൽ ഇനിയും ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമെന്ന് കണ്ടു കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടച്ചിട്ടു. അവസാനം ഒരു ദിവസം രാത്രി ജയില് തുറന്ന് അകത്തേക്ക് വന്നു വായ കുത്തി തുറന്നു മാരകമായ വിഷം കലക്കി ഒഴിച്ചു കൊടുത്തു കൊന്നുകളഞ്ഞില്ലേ. അങ്ങനെയുള്ള ഇമാം അബൂ ഹനീഫയെ തീവ്രവാദിയാക്കുവോ? ഇമാം അബൂ ഹനീഫയെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുവോ? ഹംബലി മദ്ഹബിന്റെ ഇമാം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹിലാലു ശൈബാനി റഹിമഹുല്ലാഹ് അധികാരികൾക്കെതിരെ ശബ്ദിച്ചില്ലേ. മാലിക്കി മദ്ഹബിന്റെ ഇമാം മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലേ. രണ്ടുപേരും ജയിലിൽ കിടന്നില്ലേ. ജയിലിൽ പോയാൽ ഒരു വലിയ കുറ്റമെന്ന് കരുതുന്നവര്, ജയിലിൽ പോയാൽ എന്തോ വലിയ പാതകമെന്ന് കരുതുന്നവര്, സത്യത്തിന് വേണ്ടി ശബ്ദിച്ച അഹ്ലുസുന്നയുടെ നേതാക്കന്മാര് ജയിലിലടക്കപ്പെട്ടില്ലേ, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയില്ലേ, അവസാനം ശരീരത്തിൽ രോഗം വന്നിട്ടും മരിച്ചുപോയില്ലേ. എന്ന് മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും ഇമാം ഇമാമുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശഫീഈ റഹിമഹുല്ലാഹ്, മഹാനായ ഇമാം ശഫീഈ റഹിമഹുല്ലാഹ് അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലേ, ഭരണകൂട ഭീകരവാദത്തിനെതിരെ പ്രസംഗിച്ചില്ലേ. മഹാനവറുകളെ അറസ്റ്റ് ചെയ്യുകയാ, പൊതുജനത്തിന്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് കൊണ്ടുപോവുകയാ, കോടതിയിൽ കൊണ്ടുപോയി വിചാരണ നടത്തുകയാ, മരിക്കുന്നവരെ തൂക്കിക്കൊല്ലാൻ വിധി പുറപ്പെടുവിക്കുകയാ. കഴിവരത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോഴും ബഹുമാനനായ ഇമാമുന ശഫീഈ റഹിമഹുല്ലാഹ് മഹാനുഭാവൻ പിൻവാങ്ങാൻ തയ്യാറായില്ലല്ലോ. അവസാന നിമിഷം മഹാനുഭാവന്റെ മഹുതമായ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടതെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ഈ മദ്ഹബിന്റെ നാലിമാമികളെയും നമ്മൾ തീവ്രവാദികളാക്കുമായിരുന്നോ? അവരോട് സഹകരിക്കണ്ട എന്ന് പറയുമോ? മലബാറിന്റെ മണ്ണിൽ നിന്നല്ലേ വിനീതൻ സംസാരിക്കുന്നത്? ഒന്ന് ചിന്തിക്കത്. ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചതായ കുഞ്ഞാന് മരക്കാറുമാരുടെ പാരമ്പര്യമല്ല മലബാറിന്റെ മക്കള്, ഓമാനൂർ സുഹദാക്കളുടെ പാരമ്പര്യമുള്ള മലബാറിന്റെ മക്കള്, വ്യാഗൻ ട്രാജഡിയിലെ സുഹദാക്കളുടെ പാരമ്പര്യമുള്ള മലബാറിന്റെ മക്കള്, മലബാറും മാപ്പിള ലഹളയ്ക്ക് വേണ്ടി ജീവനർപ്പിച്ച മഹത്തുക്കളായ സുഹദാക്കളുടെ പാരമ്പര്യമുള്ള മലബാറിന്റെ മക്കള്. വേണ്ട ഏത് മഹാനുഭാവന്റെ പേരിലാ ഈ സദസ്സി നടത്തപ്പെടുന്നത്? ബഹുമാനനായ ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബ്രിട്ടീഷ് ഭരണാധികാരി
ഭരണാധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലേ? അറിയുമോ? ബഹുമാനരായ വെളിയങ്കോട് മർക്കാദി റഹിമഹുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി കൊടുക്കാൻ തയ്യാറാകാതെ ഒരു നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ബഹുമാനരായ വെളിയങ്കോട് മർക്കാദി റളിയല്ലാഹു അൻഹു സമരം ചെയ്തപ്പോൾ മഹാനുഭാവനെയും മേനവന്റെ നേതൃത്വത്തിലെ പട്ടാളം അറസ്റ്റ് ചെയ്തില്ലേ? അദ്ദേഹത്തെ ജയിലിലടച്ചില്ലേ? നമുക്കറിയുമോ? വെളിയങ്കോട് ഉമർഖാദി റഹിമഹുള്ള ജയിലിലായപ്പോൾ പൊതുജനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഉമർഖാദിയെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയതാരാ? ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന, ഞാനും നിങ്ങളും ആദരിക്കുന്ന ബഹുമാനനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുഭാവനെ തീവ്രവാദിയാക്കുവോ? മഹാനുഭാവനെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കുവോ? ഇല്ല സഹോദരങ്ങളെ, തിരിച്ചറിവുണ്ടാകട്ടെ. ഇസ്ലാമിക വിപ്ലവബോധമെന്ന് പറഞ്ഞാലെന്താ? ഇന്നെത്രയോ നിരപരാധികൾ ജയിലറകളിലല്ലേ? അബ്ദുൽ നാസർ മഅദനി ജയിലിൽ കിടക്കുന്നതെന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ? എന്തക്രമം ചെയ്തിട്ടാ? മാറാത്ത 20 ചെറുപ്പക്കാരെന്ത് കുറ്റം ചെയ്തിട്ടാ എന്ന് വേണ്ട. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് സക്കരിയ എന്ന ചെറുപ്പക്കാരനെന്ത് കുറ്റം ചെയ്തിട്ടാ? എന്റെ ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക് മക്കളെ. അങ്ങനെ ജയിലറകളിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ചാൽ, അങ്ങനെ ശബ്ദിക്കുന്ന ചെറുപ്പക്കാര്, അങ്ങനെ ശബ്ദിക്കുന്ന പ്രസ്ഥാനങ്ങള്, അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നവര് ഭീകരവാദികളും തീവ്രവാദികളുമായി മുദ്രകുത്തുമ്പോൾ ജയിലിൽ കിടന്ന ഉമർഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മമ്പുറന്തങ്ങളും തീവ്രവാദിയാകില്ലേ? നഊദു ബില്ലാഹ്, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ മുത്തുപഠിപ്പിച്ചത് മമ്പല്ലക അദാ സുൽത്താൻ ഹാജത വല്ലാ യസ്തതിഉ ഇബ്ലാഗുഹാ സബ്ബതല്ലാഹു തആലാ ഖദമൈഹി അലാ സിറാത്തി യൗമൽ ഖിയാമ. ഹബീബായ മുത്തിന്റെ ഹദീസാ പൊന്നുമക്കള്, തിരിച്ചറിവുണ്ടാകട്ടെ. നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ നീതിക്ക് വേണ്ടി അധികാരികളുടെ അരമനയിലേക്ക് പോയി അടരാടുന്നവരാരാ? അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിറാത്ത് പാലത്തിൽ പാദമുറപ്പിച്ചു നിർത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇമാം ബുഖാരി ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഫുഖു അൽ ആലി യഅനി അൽ അസീ. നിരപരാധികളായി ജയിലിലടക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണെങ്കിൽ ഇതൊരു മുസ്ലിമിന്റെ ബാധ്യതയാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നതാ. ഹബീബായ മുത്തിന്റെ അനുയായികളുടെ ബാധ്യതയാ. അതുകൊണ്ട് ഈമാനിക ആവേശമുള്ളിലൊതുക്കി, ഇസ്ലാമിക വിപ്ലവബോധമുള്ളിലൊതുക്കി, പടച്ചതമ്പുരാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തൊരു സുന്ദരമായ ജീവിതത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വകവെച്ച് നൽകപ്പെടുന്നതിവരെയോ വർഗീയ ഭൂരിപക്ഷ തീവ്രവാദം അവസാനിക്കുന്നതിവരെയോ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തെ കരുതി ഈ രാജ്യത്തെ സൗഹാർദ്ദമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടുന്നതുണ്ടെന്ന് കരുതി ഈ രാജ്യത്തിന്റെ മാരിടങ്ങളിലേക്ക് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി കർമ്മരംഗത്തേക്ക് വരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചിന്തിക്കുക, മുൻഗാമികളായ മഹത്തുക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാരഥന്മാരായ മശായിഖന്മാർ, നേതാക്കന്മാർ, അവരൊക്കെ ഈ മാർഗത്തിലായിരുന്നു. അതുകൊണ്ട് സംഘടനാ പക്ഷപാതിത്വമില്ലാതെ, സംഘടനാ സങ്കുചിത മനോഭാവങ്ങളില്ലാതെ സത്യത്തിനും നീതിക്കും അവകാശത്തിനും വേണ്ടി ശബ്ദമുയർത്താൻ നാഥനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി 10 മണി വരെയാണ് നമ്മുടെ അനുവാദം. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു ചെറിയ ദുആ ചെയ്തു, എന്തായാലും ഇത്രയും നേരം വരുന്നു, ഒരു ചെറിയ ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി സംസാരം. ഇനിയും ഇതുപോലെ ഒന്നുചേരാനും ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പടച്ച തമ്പുരാൻ നൽകുമാറാകട്ടെ. ഈ മൈക്കും താത്തു വെച്ചാൽ ഇരുന്ന് ദുആ ചെയ്യാൻ. ഒരു സഹോദരി ദുആ ചെയ്യുന്നതിന് വേണ്ടി